എല്ലായിടവും കാട് പിടിച്ച് വള്ളിപ്പടർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ദൂരേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മുമ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ദൂരേക്ക് നല്ല വ്യൂ കിട്ടിയിരുന്നു. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കണം, ഇതിൻ്റെ ഇടയിൽ വഴിയുണ്ടോയെന്നൊന്ന് നോക്കാം. അതുകൊണ്ട് ഇതുപോലെ ഉള്ള കാഴ്ചകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടി വരും. മുൾപ്പടർപ്പൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. പണ്ട് ഇവിടെ ഇത്ര കാടൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വന്ന് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. പാലക്കാട് ജില്ലയിലെ കോട്ടപ്പുറത്തുള്ള ശ്രീ കുന്നം തൃക്കോവിൽ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കോട്ടപ്പുറം 16 മൈൽ എന്ന സ്റ്റോപ്പിലിറങ്ങി കാവുണ്ടയ്ക്കുള്ള റോഡിൽ കൂടി ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ റോഡിന് വലത് ഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ഗേറ്റും ബോർഡും കാണാവുന്നതാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇരുകൈകളിലും വെണ്ണയേന്തിയ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. സന്താന സൗഭാഗ്യത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മംഗല്യഭാഗ്യത്തിനും ധാരാളം പേർ ഇവിടെ ദർശനം നടത്താൻ എത്താറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ജീർണാവസ്ഥയിലും ആയിരുന്ന ഈ ക്ഷേത്രം 1995 പ്രശസ്ത തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അവറുകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെ പുനരുദ്ധാരണം നടത്തി നിത്യപൂജ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടന്ന ദേവപ്രശ്നത്തിൽ അത്യുജ്വലമായ ദൈവചൈതന്യം ഇവിടെയുണ്ടെന്ന് തെളിയുകയും കൂടാതെ നിലവിലുള്ള കേടുപാടുകൾ സംഭവിച്ച പ്രധാന വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് തെളിയുകയും ചെയ്തു. ഇത് പ്രകാരം 2008 ഇവിടെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടക്കുകയുണ്ടായി. മേടമാസത്തിലെ രോഹിണി ദിവസമാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതുപ്രകാരം എല്ലാ വർഷവും മേടമാസം രോഹിണി നക്ഷത്രത്തിൽ ഇവിടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിച്ചു വരുന്നു. ചുറ്റമ്പലത്തിനുള്ളിൽ പ്രധാന വിഗ്രഹം കൂടാതെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായി ഗണപതിയും അയ്യപ്പനും ഉണ്ട്. ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായി മലയിൽ ഭഗവതിയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ദമ്പതി രക്ഷസും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എല്ലാ മലയാള മാസവും ആദ്യത്തെ വ്യാഴാഴ്ച ഇവിടെ അഖണ്ഡനാമവും അന്നദാനവും നടത്തി വരുന്നു. കൂടാതെ വിഷു ദിവസം ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും കൈനീട്ടം നൽകുകയും മറ്റ് വഴിപാടുകളും പൂജകളും നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. എല്ലാ വർഷവും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം മലയിൽ ഭഗവതിയുടെ മൂലസ്ഥാനമായ പുത്തോത്ത് മലയിലുള്ള ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും വഴിപാടുകളും നടത്തി വരുന്നുണ്ട്. ബ്രഹ്മശ്രീ ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് അവറുകളാണ് ഇപ്പോഴത്തെ ക്ഷേത്രം തന്ത്രി. ഈ വർഷം നടക്കുന്ന മലയിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വേണ്ടി ഈ ശ്രീ കുന്നം തൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമാണ് മലയുടെ മുകളിൽ കയറി അവിടെ പൂജ നടത്തുന്നത്. അവിടേക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള വഴി ഇല്ല, നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത്. തുടക്കത്തിൽ ചെറിയ കയറ്റമാണെങ്കിലും ഏകദേശം മുകളിലേക്ക് എത്താറാവുമ്പോൾ കുത്തനെയുള്ള കുറച്ച് കയറ്റങ്ങൾ കൂടി കയറേണ്ടി വരും. തുടക്കഭാഗത്ത് ഇരുവശങ്ങളിലൊക്കെ റബ്ബർ തോട്ടമാണ്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് വഴി. പിന്നെ കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബർ തോട്ടമൊന്നുമില്ല, സാധാരണ നാച്ചുറലായിട്ടുള്ള കാട് പിടിച്ച കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. 2008 ഇവിടുത്തെ പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷമാണ് ഈ എല്ലാ വർഷവും ഉള്ള മലയിൽ ഭഗവതിയുടെ ക്ഷേത്രത്തിലെ പൂജ നടന്നു വരുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള മലയിൽ ഭഗവതിക്ക് നിത്യവും പൂജ നടത്താറുണ്ട്.
ഏകദേശം പകുതി വഴിയോളം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് എത്തുന്തോറും വഴി വീതി കുറഞ്ഞ് ഏകദേശം നടക്കാൻ മാത്രമുള്ള വീതിയിലേക്കാണ് വഴി കാണുന്നത്. ഏകദേശം മുകളിൽ എത്താറായെന്ന് തോന്നുന്നു. ചിലർ പാറക്കെട്ടിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പിന്നെ കയറി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഏറ്റവും മുകൾ ഭാഗത്തായി എത്തിയിട്ടുണ്ട്. മേൽക്കൂര ഒന്നുമില്ലാത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മലയുടെ മുകളിലുള്ളത്. മുമ്പൊക്കെ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ 2008 ശേഷം ആണ് ഇതിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി ഈ രൂപത്തിൽ ആക്കിയിട്ടുള്ളത്. മേൽക്കൂരയൊന്നും ഇല്ലാതെ തന്നെയാണ് ഇതുണ്ടായിരുന്നത് ആദ്യം മുതൽക്ക്. ഇതിൻ്റെ പരിസരത്തായിട്ടൊരു കിണറുണ്ടായിരുന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കിണർ എവിടെയും കാണാനില്ല. അത് ഇലകളൊക്കെ വീണ് മൂടിപ്പോയതാവാനാണ് സാധ്യത. ചിലരൊക്കെ ഇപ്പോഴും കയറി വരുന്നേ ഉള്ളൂ. പ്രായമായവരൊക്കെ ഇടയ്ക്ക് പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് വരുന്നത്. ക്ഷേത്രത്തിലെ തിരുമേനി വന്നിട്ട് പൂജയുടെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്നതിനുള്ള ചിരാതുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടുകല്ലുകൾ കൊണ്ട് ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആ കല്ലുകൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പഴക്കം മനസ്സിലാവും. എന്തായാലും പൂജയ്ക്കുള്ള ചില മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ പരിസരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. മുമ്പ് ഈ മലയുടെ മുകളിൽ നിന്ന് ദൂരേക്ക് നല്ല വ്യൂ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ വളർന്ന് വള്ളിപ്പടർപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ദൂരെയൊക്കെ കാണാൻ പറ്റുന്നില്ല. ഇതിലെ കാടിൻ്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് പോയി നോക്കാം.
ഇലകളൊക്കെ വീണിട്ട് നല്ല കനത്തിൽ ഇവിടെ താഴെ കിടപ്പുണ്ട്. അതുകൊണ്ട് നടക്കുമ്പോൾ ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. പാമ്പുകളുടെ ശല്യം ഉണ്ടോയെന്നാണ് അറിയാത്തത്. പക്ഷെ മയിലുകളൊക്കെ കണ്ടമാനമുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പുകളുടെ ശല്യം കുറയാനാണ് സാധ്യത. പൊതുവെ മയിലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പാമ്പ് പേടിച്ചിട്ട് വരാറില്ലല്ലോ. ഇന്നിപ്പോൾ കാണാനില്ല, അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മയിലുകളൊക്കെ കാണുന്നതാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരേക്ക് കുറച്ച് കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഒക്കെ കാട് പിടിച്ച് കിടക്കുക. ഇതിലെങ്കിലും ഇറങ്ങാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യാം. മുൾച്ചെടികളൊക്കെയാണ്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാനൊക്കെ. ദൂരേക്ക് ചെറിയൊരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു ഇവിടുന്ന് കാണുമ്പോൾ. കുറച്ചുകൂടി അവിടെ താഴേക്ക് പോവാം. പക്ഷെ ഇപ്പം നമ്മൾ മലയുടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ രസം ഒന്നും കിട്ടുന്നില്ല. കാട് പിടിച്ച കുറേ സ്ഥലങ്ങൾ ആണ് കാണുന്നത്. നടുക്കൊരു കരിമ്പനയൊക്കെ നിൽക്കുന്നുണ്ട്. പഴയകാല കഥകളിലൊക്കെ യക്ഷികളുടെ ആവാസ സ്ഥലമാണെന്ന് പറയപ്പെടുന്ന കരിമ്പന പോലെ തോന്നുന്ന ഒരു കരിമ്പനയാണ്. ഒറ്റയ്ക്കൊരു കരിമ്പന അങ്ങനെ നിൽക്കുന്ന കാണാണ്ട്. പിന്നെ എല്ലാ സ്ഥലവും അങ്ങനെ കാട് പിടിച്ചിട്ട് കാട്ടുവള്ളികളൊക്കെ പൂവിട്ടിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറിയ ശലഭങ്ങളൊക്കെ ഇഷ്ടം പോലെ പറന്ന് കിടക്കുന്നുണ്ട്. ഇതിലെ കുറച്ചൊന്ന് നടന്നു നോക്കാം. ഇവിടെയൊക്കെ ഒരു ജീപ്പ് വന്ന് പോയ പോലെ ഒരു പാട് കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എങ്ങനെയോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉയരത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രസമുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. ഇതിപ്പോൾ താഴേക്ക് പോകുന്നു, കുറേ കൂടി താഴേക്ക് ഇറങ്ങിപ്പോൾ ദൂരെയായിട്ട് ചെറിയ കുന്നുകളൊക്കെ കാണുന്നുണ്ടെന്നല്ല നമുക്കതിൻ്റെ ഒരു ശരിക്കും ഫുള്ളായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നില്ല. ഇപ്പം നടന്ന് കുറേ റബ്ബർ തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, കുറച്ച് താഴേക്ക് എത്തിയപ്പോൾ. ഇപ്പം മലയുടെ വടക്ക് ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് തെക്കേ സൈഡിലേക്കുള്ള കാഴ്ചയും കൂടി ഒന്ന് നോക്കാൻ കാണുമെന്ന്. വേഗം നോക്കിയിട്ട് പോകണം, അവിടെ പൂജ തുടങ്ങുമ്പോഴേക്കും അവിടെ തിരിച്ചെത്തണമല്ലോ. ഇവിടുന്ന് ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ഒന്നുകൂടി താഴേക്ക് ഇറങ്ങി നോക്കാം കുറച്ച്, എന്നാലേ ശരിക്കും കാണാൻ പറ്റും.
കരിമ്പുഴയുടെ അക്കരെയുള്ള പൊമ്പറ എന്ന് പറയുന്ന ഭാഗമൊക്കെയാണ് ആ കാണുന്നത്. പക്ഷേ ഇനി ഇവിടുന്ന് ഇതിൽ കൂടുതൽ വ്യൂ ഒന്നും കിട്ടാനില്ല. ഇനി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്ഥലം കാണാൻ പറ്റില്ല. ഇവിടെ ഇനി നിൽക്കാൻ നിന്നിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന സ്ഥലം കാണും, പക്ഷേ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ സമയം പോകും. എന്തായാലും നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാണ് ഇപ്പോൾ. ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മലയുടെ മുകളിൽ വരുമ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ മുട്ടറക്കൽ, അഭിഷേകം, കഠിനപ്പായസം, ത്രിമധുരം, അതൊക്കെയാണ്. ഇളനീരഭിഷേകം ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഇളനീരഭിഷേകത്തിന് ശേഷം ഇതൊക്കെ അരിഞ്ഞ് പ്രസാദം ഉണ്ടാക്കുന്ന കാഴ്ചയായി കാണും. ഏകദേശം പൂജകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. തിരുമേനി പുറത്തിറങ്ങി പോകുന്നു. ഇനി നട അടയ്ക്കൽ എന്ന ചടങ്ങ് വാതിലില്ലാത്തതുകൊണ്ട് നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ച് ദൂരേക്ക് മാറി നിൽക്കണം എന്ന് പറഞ്ഞ പ്രകാരം എല്ലാവരും മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ പൂജ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ മലമുകളിലത്തെ അമ്പലത്തിലെ പൂജ. ഇനി അടുത്ത വർഷം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ ദിവസമാണ് വീണ്ടും ഇവിടേക്ക് വരിക. പൂജ കഴിഞ്ഞ് എല്ലാവരും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.